ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബെസ്റ്റ് ഫുഡ് പ്രോഡക്ട്സ് ഉളിക്കൽ. സുന്ദരോ, ഒരു കട്ടൻ ചായ എടുത്തേ. നല്ല കടുപ്പത്തിലെടുത്തോ. അതിനെ കുറച്ച് മതിയേ. ലേശം മതി. സൂറൊക്കെ ഉള്ളതല്ലേ. ആ കടുപ്പം നല്ല കടുപ്പത്തിലായിക്കോട്ടെ. ഏതാ ഭയങ്കര ചൂട് പറയണ്ട. പിന്നെ വേറെ നാട്ടിലെ വിശേഷമൊക്കെ തട്ടുകടയൊക്കെ പോകുന്നു. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പറമ്പിലൊക്കെ ഒന്ന് പറഞ്ഞു കേട്ടോ. വന്നാ പോരാ, ചില്ലറ പണിയൊക്കെ ഉണ്ട് അവിടെ. നീ പറഞ്ഞപ്പോൾ ഞാൻ കേട്ടോണ്ടിരിക്കുവല്ലേ, ഇനി ഞാൻ കേൾക്കാനാ. അതല്ലെന്ന് കഴിക്കുന്ന സാധനം കേക്ക്. ഓ കേക്ക് അത് വേണ്ട, മറ്റേ ഈ മറ്റേ കുറയ്ക്കുന്ന സാധനം അതിനടുത്ത് വാട്ടച്ചായ പോലെ. അങ്ങനെ പറയുന്നത് അച്ഛന് ഞാൻ മോശം ചായ നല്ല ചായ എന്റെ അടുത്ത്. എന്തൊരു വാട്ടെ, കുഴപ്പമില്ല, ഞാൻ പോട്ടെ. അച്ചായ എന്താ അച്ഛൻ്റെ സംഭവം? എന്തോ സംഭവം? ആ മേലെപ്പറമ്പിലെ തങ്കച്ചന്റെ ഇളയ മുകളിൽ കോളേജിൽ പഠിക്കുന്ന രണ്ടാമത്തെ അവള് മിനിഞ്ഞാന്ന് ഇവിടുന്ന് രാവിലെ ബാഗുമായിട്ട് പോകുന്നത് ഞാൻ കണ്ടു. എന്നിട്ടെന്നാ അവൾ ഇതുവരെ തിരിച്ചെത്തില്ല. അച്ഛൻ നോക്കിക്കോ, ഓരോ കൊച്ചിനെ കൊണ്ട് ഇനി ഓരോ കുറച്ചു നാള് കഴിയുമ്പോ ഇങ്ങോട്ട് വരുമല്ലോ എന്ന് ആർക്കറിയാം. എന്റെ പൊന്നു സുന്ദര, നീ എന്തായി പറയുന്നേ? ആ കൊച്ചേ മിനിഞ്ഞാന്ന് കോളേജിൽ നിന്ന് ടൂർ പോയതാ അവര്. പിന്നെ ടൂർ പോയെങ്കിൽ ഇന്ന് വരെ ആ കൊച്ചു വന്നിട്ടില്ല. പിന്നെ ഇന്ന് വരെ വന്നിട്ടില്ല. നിന്നോടാരാ പറഞ്ഞേ? സുന്ദര ആ കൊച്ചി ഇന്ന് രാവിലെ വന്നു. അവിടെ ബസ്സിന് വന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടല്ലോ ആ ജംഗ്ഷനില്. എന്തിനാടാ ഇങ്ങനെ പരദൂഷണം പറയാൻ വേണ്ടിട്ടാണോ ഈ കട തുടങ്ങിയത്? എന്റെ അച്ചായ കണ്ണി കാണുന്നതല്ലേ പറയാൻ പറ്റുള്ളൂ. നീ കണ്ണി കണ്ടു പറഞ്ഞു അച്ചായോ. എന്നാണ്ട് ഒരു ചുമ്മാ ഒരു തട്ടുകട തുടങ്ങിയാലോ, ഒരു കട്ടൻ ചായ കുടിച്ചാൽ കാര്യം കേട്ടോ. സുന്ദരന്റെ തട്ടുകടയൊക്കെ എങ്ങനെ പോകുന്നു? തട്ടിമുട്ടി പോകുന്നു. തട്ടുകേടായിട്ട് പോകുന്നു. അതെ അതെ, തട്ടിപ്പ് കടയാകരുത് കേട്ടോ. അങ്ങനെയാണ് പറയാതെ എന്റെ കഞ്ഞികൂടി മുട്ടും. ഒരു സ്ട്രോങ് കട്ടൻ വിത്തൗട്ട്. ചായ 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 എന്താ ഉണ്ടാക്കിയ? ഷുഗർ ഉണ്ടാവും. ഷുഗറാണ് വിത്തൗട്ട് ഒക്കെ അടിക്കുന്നത്. ഷുഗറിന്റെ ഫാക്ടറി തന്നെയുണ്ട്. അന്നേരം പിന്നെ നമുക്ക് വേറെ ആവശ്യമില്ലല്ലോ. കറി എടുക്കും. ഇത് കൊള്ളാലോ, കുഴപ്പമില്ല. കടല പോലത്തെ സാധനം. പിന്നെ വേറെ എന്നാണ്ട്? വാട്ടച്ചായ. അങ്ങനെ പറയാതെ ഞാൻ അല്ല, ഞാൻ വാട്ടയ ചായ എന്നാ പറഞ്ഞത്. അന്നേരം പഠിച്ചു വരുന്നല്ലോ. സുന്ദര, ഈ തെങ്ങിന് കളിക്കുന്ന പോലല്ല ചായ അടിച്ചത്. അതൊക്കെ ഒരു കലയാണ്. ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതും വൃത്തിയായിട്ട് കൊടുക്കുന്നതും ഒക്കെ ഒരു പ്രത്യേക കാര്യമാണ്. അതൊക്കെ നീക്കുവാണ്. അതെ അതെ, അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഏതാ സംഭവം അറിഞ്ഞോ കോണ്ടാക്ടർ? എന്നാ ആ തെക്കേല് തകച്ചന്റെ മോള് ഒളിച്ചു പോയത്. ഒളിച്ചോട്ട കഥകൾ മാത്രമല്ലോ. ഞാനിങ്ങോട്ട് വരുമ്പോ കേട്ടല്ലോ. അയ്യോ, ഇവനുണ്ടല്ലോ, ഇവനെ അധികം താമസിക്കാതെ തല്ലും മേടിച്ചോണ്ട് ഈ പെട്ടിക്കടയെ മടക്കി പോകാനായിരിക്കും. എന്റെ കോൺട്രാക്ടറെ നാട്ടിൽ ഇല്ലാത്ത കെട്ടുകട മുഴുവൻ പറഞ്ഞുണ്ടാക്കാതെ എവിടുന്നേലും മേടിച്ചു കെട്ടുമ്പോ സൂക്കയുടെ പറഞ്ഞോളൂ. അതെ ചേട്ടാ, രണ്ട് ചായ തന്നെ. സ്ട്രോങ് ആണിച്ചോ? സ്ട്രോങ് ചേട്ടോ. മധുരം മധുരം കേട്ടോ. മേടിയ നിങ്ങള് ഇവിടെ ഇവിടെയും കണ്ടിട്ടില്ലല്ലോ. ഞങ്ങളേ ചില ദൂരേന്നാ. ഇവിടെ ഒളിഞ്ഞോട്ടില്ലേ നമ്മുടെ ജോസൂരിയുടെ അടുത്ത് വന്ന. ബന്ധുക്കളല്ല, എന്റെ ഒരു കല്യാണമായിട്ട് വന്ന. എന്റെ മോളെ കല്യാണത്തായാലും വന്ന പിച്ച പോലെ ആയി. പിന്നെ പറഞ്ഞിട്ടുണ്ടോ? ചേട്ടാ, ഞാൻ പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നും ഇല്ലല്ലോ, ഉറപ്പിച്ചല്ലോ. അല്ല, അതാ ചേട്ടനാ പറഞ്ഞല്ലോ എന്തോ ഒരു എന്തെല്ലാം പറഞ്ഞു. എന്നിട്ട് വേണം ഞാൻ വല്ലതും പറഞ്ഞൊന്നും പറഞ്ഞ് വൈകുന്നേരം വെള്ളം ഒടിച്ചു വന്നാൽ എന്റെ മുഖത്ത് കയറി. നിങ്ങൾ അറിയുന്നതാണോ? ഞങ്ങൾ അറിയുന്നതാണ്, പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല വെള്ളം അടിക്കുന്നതോ ഒരു ചൊറയോ. ഈ നാട്ടിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ വേണ്ടപ്പെട്ട ഒരു ചെക്കനാണ്. വെള്ളം അടിക്കുവോ? ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങൾ കണ്ടിട്ടില്ല. അവൻ ചീട്ട് കളിച്ച് കുറച്ച് പൈസ ഉണ്ടായോ അന്നേരം ഇവിടുന്ന് ടച്ചിങ്സും എടുത്ത് ആ പുറകിൽ പോയിരുന്നിട്ട് സൂപ്പറായിട്ട് പിള്ളേരും എല്ലാരും കൂടെ കൂടി സൂപ്പറായിട്ട് അവൻ ചീട്ടുകളിയുണ്ട്. അവനെല്ലാം കഴിഞ്ഞ ആഴ്ച പോലീസ് പിടിച്ചോണ്ട് പോയിച്ച് ജാമ്യത്തിൽ എടുക്കാൻ വേണ്ടിട്ട് മറ്റേ പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാം കൂടെ പോയി അവരെ ഇറക്കിയുള്ളൂ. അല്ല ഇതേ ചേട്ടാ, ഇത് സത്യമാണോ? എന്റെ മോളെ കെട്ടിച്ചു കൊടുക്കേണ്ട കേസാ.
അവൻ തോട്ട കെട്ടാൻ പോവും. കള്ളത്തരത്തിന് അവനെ അവിടെ ഇട്ടിട്ട് ചട്ട വിളിക്കാൻ പോയതിന്റെ വയസ്സിൽ അവനെ പിടിക്കുക. ഇതെന്നും ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞേക്കരുത്. അതായ ഇതൊക്കെ അച്ചായനെ കൂട്ടുപിടിക്കാം. ഞാൻ അച്ചായനെ കൂട്ടുപിടിച്ചല്ല, ഇത് ഞാൻ പറഞ്ഞു അച്ചായനോ അല്ലെ സാറോ പുറത്ത് പറയരുതെന്ന് പറയാൻ വേണ്ടി പറഞ്ഞത്. എന്റെ സുന്ദര ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കി വലിയ ദൈവകോപം കിട്ടും കേട്ടോ. ഇത് കണ്ടതല്ലേ. ഇങ്ങനെയാണെങ്കിലേ ദൈവമായിട്ടാണ് നമ്മള് നിങ്ങളുടെ അടുത്ത് എത്തിച്ചത്. അപ്പൊ നമുക്കിതൊന്ന് ആലോചിക്കണ്ടേ? നമുക്കൊന്ന് ആലോചിക്കാം. എന്താന്ന് വെച്ചാലേ നിങ്ങൾ ആലോചിച്ചിട്ട് തീരുമാനിക്കാം. അതിന്റെ പൈസ കൊടുത്തേ. 20 രൂപ 2 കട്ടൻ കാപ്പി അല്ലേ 20 രൂപ. ഓക്കെ ചേട്ടാ, ഒത്തിരി സന്തോഷം. ശരി പോട്ടെ. ഓക്കെ ഓക്കെ. എന്താ സുന്ദര ഈ ചെയ്ത പാവമല്ല എവിടെ കൊണ്ട കഴി തീർക്കും. ഇതൊക്കെ ഒരു മനസ്സുഖല്ലേ എന്റെ അച്ചായ. ആ നാട്ടുകാരുടെ കഴിയുന്നേ നല്ലത് കിട്ടുമ്പോ നിന്റെ മനസ്സുഖം മാറും. നാടൻ തേൻ, കാട്ടുതേൻ, കൂർഗ് ഹണി തികച്ചും പ്രകൃതിദത്തമായ ഔഷധ മൂല്യമുള്ള ചെറുതേൻ ഉപയോഗിക്കൂ. ബെസ്റ്റ് ഫുഡ് പ്രൊഡക്ട്സ് ഉളിക്കലിന്റെ പ്രകൃതിദത്തമായ ചെറുതേൻ. കാട്ടുമരങ്ങളുടെ ഔഷധ മൂല്യമുള്ള പൂവിൽ നിന്നും തേൻ ലഭിക്കുവാൻ വൈൽഡ് ഹണി, പ്യൂർ വൈൽഡ് ഹണി. ബെസ്റ്റ് ഫുഡ് പ്രൊഡക്ട്സ് ഉളിക്കൽ. ഏറ്റവും ശുദ്ധമായ നാടൻ തേൻ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. 7012426257.